പള്ളിയിൽ പോവാം. കുഞ്ഞോള് പറഞ്ഞ പോലെ നമ്മളുടെ ഇന്നത്തെ യാത്ര വേളാങ്കണ്ണിയിലോട്ടാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഒരുപാട് മുന്നൊരുക്കങ്ങളൊന്നും ചെയ്യാതെയുള്ള യാത്ര തന്നെയായിരുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. രാത്രി 11 മണിക്കുള്ള ട്രെയിനിനാണ് നമ്മളുടെ യാത്ര ആരംഭിച്ചത്. യാത്ര തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം കാണാൻ പറ്റും. രാത്രിയിൽ നിറയെ ലൈറ്റുകളൊക്കെ ആയിട്ട് വിമാനത്താവളം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ ട്രെയിനിൽ ഇരുന്ന ഇരിപ്പുറയ്ക്കാത്തതുകൊണ്ട് പയ്യെ കിടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ട്രെയിനിൽ കിടന്നുള്ള ഉറക്കത്തിനുള്ള സമയമായി. പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുന്നത് ഈ സൂര്യോദയം കണ്ടുകൊണ്ടാണ്. കേരളത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പം ഞങ്ങളങ്ങ് തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട്ടിലെ സൂര്യോദയം, തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളും അത്ര നീറ്റൊന്നും അല്ലെങ്കിലും കുറച്ചങ്ങ് കഴിഞ്ഞാൽ പിന്നെ വ്യൂ എല്ലാം നല്ല അടിപൊളിയാണ്. ഇത് ഞങ്ങൾ പോകുന്ന ട്രെയിനാണ്. എന്ത് വലുപ്പമാണല്ലേ! ഇതാണ് തമിഴ്നാടിൻ്റെ ഒരു വ്യൂ. നിറയെ പാടങ്ങളും ഈ പാടം നിറയെ മയിലുകളുമുള്ള നല്ല അതിമനോഹരമായ 10 മണിയായി എന്ന് പറഞ്ഞ് രാവിലെ 6 മണിക്ക് വിളിച്ചെണീപ്പിച്ചതിൻ്റെ ദേഷ്യമെല്ലാം മുഖത്തുണ്ടെങ്കിലും ഈ കാഴ്ചകളൊക്കെ കണ്ട് മയിലിനെയൊക്കെ കണ്ടപ്പോൾ ആൾ ഉഷാറായി. ഇനി കുറച്ച് പോസിങ്ങൊക്കെ ആവാമല്ലേ. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോ കിട്ടും. ഈ ഓട്ടോയിൽ നമുക്ക് ഒരു 6 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഫ്രണ്ടിലും ബാക്കിലുമായി സീറ്റുള്ള ഓട്ടോ. നമ്മൾ കുറച്ച് അധികം പേരുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ടെമ്പോ ട്രാവലർ കിട്ടും. സത്യത്തിൽ അതാണ് യാത്ര ഒന്നും കൂടെ സുഖകരമാക്കുന്നത്. വലിയ റേറ്റും ഇല്ല. ഞങ്ങൾ വന്നു കുളിച്ച് ഫ്രഷായി ഞങ്ങൾ അമ്മയും മോളും കിന്നാരങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ പയ്യെ റെഡിയായി ഞങ്ങളെല്ലാം പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലായി. വേളാങ്കണ്ണി ആകുമ്പോൾ തന്നെ അവിടെ ഒത്തിരി പള്ളികളുമുണ്ട്. എല്ലാ പള്ളികളും കയറി ഇറങ്ങി വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പൊക്കെ തോന്നും. നമ്മൾ ആദ്യം പോയത് മോർണിംഗ് സ്റ്റാർ പള്ളിയിലാണ്. ഈ കാണുന്നതാണ് അവിടുത്തെ ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും വലുതുമായ യേശുവിൻ്റെ സ്റ്റാച്ചു. ഇത് നമ്മുടെ വേളാങ്കണ്ണിയിലെ പ്രധാന പള്ളിയാണ്. ഇവിടെയാണ് മാതാവ് ബാലന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും അവിടെ കിണർ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ഓരോരോ പള്ളികളിലും കയറി എല്ലായിടത്തും പ്രാർത്ഥിച്ച് ഞങ്ങൾ അവസാനം നമ്മുടെ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ബസിലിക്കയുടെ അടുത്തെത്തി. ആ പള്ളി ഒന്ന് കാണേണ്ട പള്ളി തന്നെയാണ്. എന്തൊരു വലുപ്പമാണ് പള്ളിക്ക്. ആ പള്ളിയിലേക്കുള്ളൊരു വ്യൂവും നല്ല രസമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി പയ്യെ ബീച്ചിലോട്ടുള്ള യാത്രയാണ്. നടക്കുന്നത് കണ്ടാൽ തോന്നും രണ്ടുപേരും വളരെ സ്നേഹത്തിലാണ്. മിണ്ടും പടി കൂടുന്ന 2 പേരാണ് ഈ നടന്നു പോകുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്ന വഴി വളരെ തിക്കും തിരക്കുള്ള വഴിയാണ്. അത്ര നീറ്റൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. 2 സൈഡിലും പലതരത്തിലുള്ള മെഴുകുതിരികളും പലതരത്തിലുള്ള പലഹാരങ്ങളും പൂക്കളുമൊക്കെ ആയിട്ടുള്ള വ്യൂ എല്ലാം കണ്ട് ബീച്ചിലോട്ട് എത്തിക്കഴിയുമ്പോൾ അവിടെ ആകെ ബഹളമാണ്. ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കുളിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കതിലൊന്നും അല്ല താല്പര്യം. ഞങ്ങൾക്ക് താല്പര്യം ഇതിലാണ്. എറിയുക, വീഴാതിരിക്കുക, പൈസ പോവുക. ഇത് തന്നെ വിനോദം. ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ 2 കൈയും കുപ്പി പിടിച്ച് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഞങ്ങൾക്കിതിലൊന്നും രക്ഷയില്ല. പിന്നെ ആ വിഷമം തീർക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉപ്പിലിട്ട മാങ്ങയും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം കഴിച്ച് പയ്യെ തിരികെ പോരാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ ഒത്തിരി പലഹാരങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടു. ഇതിൽ ഒരുപാട് ഹൽവകളുണ്ട്, ഒരുപാട് മിഠായികളും ഉണ്ട്. ഇതൊന്നുമല്ല എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. വേറെന്താ, ഇത് തന്നെ ഈ കുപ്പിവളകൾ എന്നും നമ്മളുടെ ഫേവറേറ്റാണ്. പിന്നെ നമ്മൾ ചെന്നതൊരു ദീപാവലി ദിവസമായതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ പടക്കം പൊട്ടിക്കലും ഇതുപോലുള്ള രംഗോലി ഡിസൈൻസും ഒക്കെ കാണാൻ പറ്റി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പള്ളിയിലോട്ടുള്ള പോക്കാണ്. പള്ളിയിൽ ചെന്നപ്പോഴാണ് അവിടെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടെന്ന് കണ്ടത്. പക്ഷികൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാനായിട്ട് ഒരു സ്ഥലം. മോർണിംഗ് സ്റ്റാർ പള്ളിയിലാണ് രാവിലെ 9 മണിക്ക് മലയാളത്തിലുള്ള കുർബാനയുള്ളത്. പള്ളിയുടെ ഒരു വലിപ്പം കണ്ടു അല്ലേ? എന്ത് വലിപ്പമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു പൂമാല മേടിച്ച് അത് നമ്മൾ മാതാവിൻ്റെ പ്രതിമയിൽ സ്ഥാപിക്കാനായിട്ട് പോകുന്നതാണ്. പൂമാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് വഴിപാട് പോലെ തിരികെ നമ്മുടെ പൂമാലയുടെ ഒരു കഷ്ണം തരും. അപ്പോൾ 2 ദിവസത്തെ ഭക്തിസാന്ദ്രമായ വേളാങ്കണ്ണി യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിനിൽ കയറി തിരികെ നമ്മുടെ നാട്ടിലോട്ടുള്ള യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി പിന്നെ കാണാം.